കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. യെരമ്യാവ് 45 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യെരമ്യാവ് 45 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ നേര്യാവിന്റെ മകനായ ബാരൂക്ക് ഈ വചനങ്ങളെ യിരെമ്യാവിന്റെ വാമൊഴിപ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ, യിരെമ്യാ പ്രവാചകൻ അവനോട് പറഞ്ഞ വചനമെന്തെന്നാൽ, ബാരൂക്കേ, നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യഹോവ എന്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം, ഞാൻ എന്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു. ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ. ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു. ഭൂമിയിലെങ്ങും അത് അങ്ങനെ തന്നെ. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ളപോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യിരെമ്യാവ് 46 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യിരെമ്യാവ് 46 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജാതികളെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. മിസ്രയീമിനെക്കുറിച്ചുള്ള ഫ്രാത്ത് നദീതീരത്ത് കർക്കേമീശിലുണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിസ്രയീം രാജാവിന്റെ സൈന്യത്തെക്കുറിച്ചുള്ളത് തന്നെ. പരിചയും പലകയും ഒരുക്കി യുദ്ധത്തിനടുത്തുകൊള്ളുവീൻ. കുതിരച്ചേവകരെ, കുതിരകൾക്ക് കോപ്പിട്ട് കയറുവീൻ. തലക്കോരികയുമായി അണിനിരപ്പീൻ. കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പീൻ. അവർ ഭ്രമിച്ചു പിന്മാറിക്കാണുന്നതെന്ത്? അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു. സർവത്ര ഭീതി എന്ന് യഹോവയുടെ അരുളപ്പാട്. വേഗവാൻ ഓടിപ്പോകയില്ല, വീരൻ ചാടിപ്പോകയുമില്ല. വടക്ക് ഫ്രാത്ത് നദി തീരത്തു അവർ ഇടറി വീഴും. നീലനദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലയ്ക്കുകയും ചെയ്യുന്നോരിവനാർ. മിസ്രയീം നീലനദി പോലെ പൊങ്ങുകയും അതിന്റെ വെള്ളം നദികൾ പോലെ അലയ്ക്കുകയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. കുതിരകളെ കുതിച്ചു ചാടുവീൻ, രഥങ്ങളെ മുറുകി ഓടുവീൻ. വീരന്മാർ പുറപ്പെടട്ടെ. പരിച പിടിച്ചിരിക്കുന്ന കൂശ്യരും പൂത്യരും വില്ലെടുത്ത് കുലയ്ക്കുന്ന ലൂദ്യരും കൂടെ. ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു. വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ചു മതിക്കുകയും ചെയ്യും. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിനു ഒരു ഹനനയാഗമുണ്ടല്ലോ. മിസ്രയീം പുത്രിയായ കന്യകയെ, ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ. നിനക്ക് രോഗശാന്തി ഉണ്ടാകയില്ല. ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു. വീരൻ വീരനോടു മുട്ടി രണ്ടുപേര് ഒരുമിച്ച് വീണിരിക്കുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് മിസ്രയീം ദേശത്ത് ജയിക്കുന്നതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട് മിസ്രയീമിൽ പ്രസ്താവിച്ചു, മിഗ്ദോലിൽ പ്രസിദ്ധമാക്കി. നോഫിലും തഹ്പനേസിലും കേൾപ്പിപ്പീൻ. അണിനിരന്ന് ഒരുങ്ങി നിൽക്കായെന്ന് പറവീൻ. വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ. നിന്റെ ബലവാന്മാർ വീണു കിടക്കുന്നതെന്ത്? യഹോവ അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൻ പലരെയും ഇടറി വീഴുമാറാക്കി. ഒരുത്തൻ മറ്റൊരുത്തന്റെ മീതെ വീണു. എഴുന്നേൽപ്പീൻ, നശിപ്പിക്കുന്ന വാളിനു ഒഴിഞ്ഞു നാം സ്വജനത്തിന്റെ അടുക്കിലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്നു അവർ പറയും. മിസ്രയീം രാജാവായ ഫറവോനു വിനാശം എന്നും സമയം തെറ്റി വരുന്നവൻ എന്നും പേർ പറവീൻ. എന്നാണ പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമ്മേൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ എന്നു നാമമുള്ള രാജാവിന്റെ അരുളപ്പാട്. മിസ്രയീമിൽ പാർക്കുന്ന പുത്രി, പ്രവാസത്തിന് പോകുവാൻ കോപ്പ് കൂട്ടുക. നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകും. മിസ്രയീം ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു. എന്നാൽ വടക്കുനിന്ന് ഈച്ച അതിന്മേൽ വരുന്നു. അതിന്റെ കൂലിച്ചേവകർ അതിന്റെ മധ്യെ തടിപ്പിച്ച കാളക്കിടാക്കളെ പോലെയാകുന്നു. അവരും പിന്തിരിഞ്ഞു ഒരുപോലെ ഓടിപ്പോയി. അവരുടെ അപായ ദിവസവും സന്ദർശനകാലവും വന്നിരിക്കയാൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ ശബ്ദം പാമ്പ് ഓടുന്ന ശബ്ദം പോലെ. അവർ സൈന്യത്തോടുകൂടെ നടന്നു. മരം മുറിക്കുന്നവരെപ്പോലെ കോടാലികളുമായി അതിന്റെ നേരെ വരും.
അതിന്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വെട്ടുക്കിളികളെക്കാൾ അധികം, അവർക്ക് സംഖ്യയുമില്ല. മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകും, അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഞാൻ നോവിലെ അമ്മോനെയും ഫറവോനെയും മിസ്രയീമിനെയും അതിന്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും, ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കും എന്ന് യിസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈയിലും ബാബേൽ രാജാവായ നെബൂഖദ്നേസരിന്റെ കൈയിലും അവന്റെ ഭൃത്യന്മാരുടെ കൈയിലും ഏൽപ്പിക്കും. അതിനുശേഷം അവൻ പുരാതന കാലത്തെന്ന പോലെ നിവാസികളുണ്ടാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, യിസ്രായേലേ, നീ ഭ്രമിക്കേണ്ട. ഞാൻ നിന്നെ ദൂരത്തുനിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങിവന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും, ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല. എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെ ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല താനും. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 തിമത്തിയോസ് 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു. വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്നുവെച്ച് അലക്ഷ്യമാക്കരുത്. തങ്ങളെക്കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കത്രേ വേണ്ടത്. ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാനും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്ക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാൺമാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്ക. അല്ലയോ തിമത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ
വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. 115 സങ്കീർത്തനം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. 115 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗ്ഗത്തിലുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ടകൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലേ, യഹോവയിൽ ആശ്രയിക്ക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗ്രഹമേ, യഹോവയിൽ ആശ്രയിക്ക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗ്ഗം യഹോവയുടെ സ്വർഗ്ഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നുമുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. യഹോവയെ സ്തുതിപ്പീൻ.